നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ കനത്ത പരാജയത്തെ തുടർന്ന് കൃത്യമായ അവലോകന യോഗങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നടക്കുകയുണ്ടായി. വിവിധ യോഗങ്ങൾ ചേരുകയുണ്ടായി. പിന്നീട് ഒരുമിച്ചും യോഗങ്ങൾ ചേരുകയുണ്ടായി. LDF യോഗത്തിലും CPM-ന്റെയും CPI-യുടെയും വിവിധ യോഗങ്ങളിലും ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ എല്ലാം പിണറായി വിജയൻ എന്ന നേതാവിന് എതിരെ തന്നെയായിരുന്നു. പാർട്ടിയുടെ ഭരണത്തിന്റെ നയവൈകല്യങ്ങൾ തന്നെയാണ് ജനങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റിയത് എന്ന് തന്നെയാണ് എല്ലാ അവലോകന യോഗങ്ങളിലും ഒരുപോലെ തന്നെ അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നത്. എല്ലാ യോഗങ്ങളിലും പിണറായി വിജയൻ എന്ന നേതാവിന്റെ ധാർഷ്ട്യത്തെയും അഹങ്കാരത്തെയും ഭരണപരാജയത്തെയും കുറിച്ച് തന്നെയാണ് എടുത്തു പറഞ്ഞത്. ജനങ്ങളിൽ നിന്നും പാർട്ടി ഒറ്റപ്പെട്ടു പോയതിന്റെ പ്രധാന ഉത്തരവാദിത്തം മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയന്റെ കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറഞ്ഞത്. എന്നാൽ അതിനെല്ലാം ഉപരി CPI ഇപ്പോൾ ശക്തമായ മറ്റു തീരുമാനങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. CPI-യുടെ സംസ്ഥാന സമിതി തലത്തിലും CPI-യുടെ ബ്രാഞ്ച് തലങ്ങളിലുമെല്ലാം അതിശക്തമായ പിണറായി വിരുദ്ധ വികാരം തന്നെയാണ് അലയടിച്ചു വരുന്നത്. ഇനിയും ഇതുപോലെ നാണം കെട്ട് ഒരു കാരണവശാലും CPM-ൽ തുടരേണ്ടതിന്റെ ആവശ്യമില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തുടരേണ്ടതിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. CPI-യുടെ 4 സ്ഥാനാർത്ഥികളും ദയനീയമായ പരാജയപ്പെട്ട സാഹചര്യത്തിൽ 4 സ്ഥാനാർത്ഥികളെയും CPM കരുതിക്കൂട്ടി തന്നെ തോൽപ്പിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് CPI-യുടെ നിശിതമായ വിമർശനങ്ങളും വിലയിരുത്തലുകളും. അതുകൊണ്ട് നാണം കെട്ട് ഇനി ഒരു കാരണവശാലും CPM-ൽ തുടരേണ്ടതില്ല എന്ന് CPI എടുത്തു പറയുമ്പോൾ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും EP ജയരാജനെ മാറ്റണം എന്നുകൂടിയുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ LDF കൺവീനറായ EP ജയരാജൻ തന്റെ പദവിക്ക് ചേരാത്ത രീതിയിലുള്ള ചില പ്രസ്താവനകൾ നടത്തിയത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളുടെ വിജയ സാധ്യതകളെ മൊത്തത്തിൽ ബാധിക്കുന്നതായിരുന്നു. ഇടതുപക്ഷത്തിന്റെ സമ്പൂർണ്ണ പരാജയത്തിന് അത് വഴിയൊരുക്കി എന്ന് തന്നെയാണ് CPI-യുടെ സമുന്നതരായ നേതാക്കൾ എല്ലാവരും ഒരേ സ്വരത്തിൽ EP ജയരാജനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. LDF കൺവീനർ എന്ന പദവിക്ക് നിരക്കാത്ത രീതിയിൽ തന്നെയാണ് EP ജയരാജൻ താൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിട്ടുണ്ടായിരുന്നെന്നും BJP-യിലേക്ക് പോകുവാൻ വേണ്ടിയല്ല എന്നാൽ അത്തരം കാഴ്ചകൾ ഉണ്ടായത് എന്ന് തന്നെയാണ് EP ജയരാജൻ തുറന്നടിച്ചത്. ഒരു ദിവസം രാവിലെ തന്റെ മകന്റെ വീട്ടിലേക്ക് BJP-യുടെ പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കർ കടന്നു വരികയായിരുന്നു. താൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ യാത്രയായി നിൽക്കുന്ന അവസരത്തിലാണ് പ്രകാശ് ജാവ്ദേക്കർ വന്നത്. വീട്ടിൽ വരുന്ന ആളുകളെ അപമാനിക്കുന്ന പതിവ് എനിക്കില്ലാത്തതിന്റെ പേരിൽ ഇരിക്കാൻ പറഞ്ഞു. എന്നാൽ ഒരു ചായ കുടിക്കുവാൻ പോലും സമയം കിട്ടുകയോ സംസാരിക്കുവാനോ എനിക്ക് സമയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഹായ് പറഞ്ഞു ഞങ്ങൾ പിരിഞ്ഞു എന്ന് മാത്രമാണ് EP ജയരാജൻ തെരഞ്ഞെടുപ്പിന്റെ ദിവസം തന്നെ കേരള സമൂഹത്തിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഇത്തരത്തിൽ പറഞ്ഞത്. ഇത് ഇടതുപക്ഷത്തിന് ചില്ലറ നാണക്കേടല്ല ഉണ്ടാക്കിയത്, ഇടതുപക്ഷത്തിന് ചില്ലറ പ്രതിസന്ധിയല്ല ഉണ്ടാക്കിയത്. EP ജയരാജന്റെ ഇതുപോലെ അനവസരത്തിലുള്ള ഒരു തുറന്നു പറച്ചിൽ തന്നെയാണ് LDF മുന്നണിയെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് നയിച്ചത് എന്നാണ് CPI ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റുക തന്നെ വേണം എന്ന് തന്നെയാണ് CPI EP ജയരാജനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ കെടുകാര്യസ്ഥതയും പിണറായി വിജയൻ എന്ന ഒറ്റയാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രചരണ പരിപാടികളോട് കൂടി തന്നെ LDF ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടതുകൊണ്ട് തന്നെയാണ് ഇത്രയും മോശമായ രീതിയിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടത് എന്ന് കൂടി പറയുന്നു. അതായത് ഒരേ ഒരു നേതാവിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഒരേ ഒരു നേതാവിന്റെ ഗുണഗണങ്ങളെ വാഴ്ത്തിക്കൊണ്ട് മാത്രം തന്നെയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ പരാജയത്തിലേക്ക് നീങ്ങി എന്ന് തന്നെയാണ് CPI വിലയിരുത്തുന്നത്. പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബത്തിനെതിരെയും ഉണ്ടായ അഴിമതി ആരോപണങ്ങൾ, അടുത്ത കാലത്ത് പിണറായി വിജയന്റെ മകളായ വീണ വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ചില അഴിമതി ആരോപണങ്ങൾ, മാത്രമല്ല AKG സെന്ററിനെ പോലും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിൽ വീണ വിജയൻ തന്റെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി AKG സെന്ററിന്റെ വിലാസം കൊടുത്തത്, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഇടതുപക്ഷത്തെ സമ്പൂർണ്ണമായ പരാജയത്തിലേക്ക് നയിക്കുന്നത് തന്നെയായിരുന്നു. അതായത് പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ കുടുംബത്തിന്റെയും അഴിമതിയും സ്വജന പക്ഷപാതവും അതുപോലെ തന്നെ ധാർഷ്ട്യവും അഹങ്കാരവും ജനങ്ങളിൽ നിന്നും ഈ പാർട്ടിയെ അകറ്റി എന്ന് തന്നെയാണ് CPI കണ്ടുകൊണ്ടിരിക്കുന്നത്. CPI കൈയാളിയിരുന്ന വകുപ്പുകളിൽ പോലും പിണറായി വിജയൻ തലയിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷം CPM തലയിട്ട് അതെല്ലാം കുളമാക്കുന്ന അവസ്ഥ തന്നെയായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. സപ്ലൈകോയിൽ ഒരു സാധനം പോലും ജനത്തിന് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ സപ്ലൈകോയുടെ റാക്കുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയുണ്ടായി. ഇത് തീർച്ചയായും CPI-യെ തകർക്കുക എന്നുള്ള ഗൂഢ ഉദ്ദേശത്തോടു കൂടി പിണറായി വിജയനും CPM ആവിഷ്കരിച്ച തന്ത്രം തന്നെയായിരുന്നു. ഇത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്ന് തന്നെയാണ് CPI-യുടെ സമുന്നതരായ നേതാക്കളെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് ഇനിയും നാണക്കേട് സഹിച്ച് ഇങ്ങനെ മുന്നണിയിൽ തുടരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എത്രയും വേഗം, അതായത് അടുത്ത നിമിഷത്തിൽ തന്നെ CPM ബാന്ധവം ഉപേക്ഷിച്ച് ഇടതുപക്ഷത്തിന്റെ മുന്നണിയുടെ ബാന്ധവം ഉപേക്ഷിച്ചുകൊണ്ട് CPI പുറത്തു പോകണം, സ്വതന്ത്ര കക്ഷിയായി നിൽക്കണം.
വേണ്ടി വന്നാൽ കോൺഗ്രസുമായി ചേർന്ന് കൃത്യമായ ധാരണകൾ ഉണ്ടാക്കി മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളാണ് CPIയുടെ യോഗങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്നത്. എന്തായാലും CPI ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് പുറത്തേക്ക് പോകുന്നു. ഒപ്പം LDF കൺവീനർ സ്ഥാനത്ത് നിന്നും EP ജയരാജനെ മാറ്റണം എന്നുള്ള നിലപാടിൽ CPM ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി എന്താണ് വരുന്ന ആളുകളിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതെല്ലാം കണ്ടറിയണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും CPI എന്നാണ് പിരിഞ്ഞു പോകുക, EP ജയരാജനെ എന്നാണ് തലസ്ഥാനത്ത് നിന്ന് മാറ്റുക, മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാനത്ത് നിന്ന് മാറുവാൻ CPIയുടെ ഈ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് കഴിയുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.